الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അർഹമുറാഹിമീനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വന്നിട്ടുള്ള വ്യത്യസ്ത മതങ്ങളും ആദർശങ്ങളും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്ന് ഇറക്കിയ ആ മതങ്ങളിൽ കൈക്കടത്തലുകൾ നടത്തപ്പെട്ട് അത് മറ്റു ചില മതങ്ങളായി, ആദർശങ്ങളായി രൂപാന്തരപ്പെട്ടതുണ്ട്. മനുഷ്യന്മാരുണ്ടാക്കിയതുണ്ട്. മനുഷ്യന്മാർ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മേഖലയിൽ താമസിച്ചത് അവിടെ നിന്ന് ഒരു സംസ്കാരമുണ്ടായി മതമായി വന്നതും ഉണ്ട്. ഈ മതങ്ങൾക്കെല്ലാം അവരുടേതായ വിശ്വാസാചാര പ്രമാണങ്ങളാണുള്ളത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഉള്ളവരിൽ തന്നെ സ്വർഗം എന്ന സങ്കല്പമുള്ളവരുണ്ട്, നരകം എന്ന സങ്കല്പമുള്ളവരുണ്ട്. ഈ സങ്കല്പം വിശ്വാസമായി പഠിപ്പിക്കുന്ന മതമാണ്. അത് കേവലം ഒരു സങ്കല്പം മാത്രമല്ല, വിശ്വാസമായി പഠിപ്പിക്കുന്ന മതമാണ് ദീനുൽ ഇസ്ലാം. മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതമെന്നും അതിനുശേഷം മനുഷ്യന്മാരുടെ നന്മ തിന്മകൾ പരിശോധിക്കപ്പെട്ട് അതിനുള്ള പ്രതിഫലമായ ശാശ്വതമായ വിജയികൾക്കുള്ള സ്വർഗമുണ്ട് എന്നും പരാജയത്തിന്റെ ആളുകൾക്കുള്ള നരകമുണ്ട് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബ് പഠിപ്പിച്ച സ്വർഗത്തിൽ ഇവിടെ യൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിത്തന്ന സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമുള്ള ആളുകൾ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ഏതൊരു നന്മയും, നമ്മുടെ കണ്ണിൽ ഒരുപാട് നന്മ ചെയ്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രത്തിനും അതേപോലെ തന്നെ നമ്മുടെ നാടിനും അതേപോലെ തന്നെ ലോക ചരിത്രത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത ഒരുപാട് ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നന്മകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം നിർബന്ധമാണ്. ആ വിശ്വാസം ഏതാണത്? ഈമാൻ കാര്യങ്ങൾ. അതിൽ ഒന്നാമതായി അള്ളാഹുവിലുള്ള വിശ്വാസം. പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം.
മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്നു, നന്മതിന്മകളിൽ വിശ്വസിക്കുന്നു. ഇത് ഉള്ള ആളുകൾ മാത്രമേ പടച്ചോൻ പറഞ്ഞിട്ടുള്ള സ്വർഗത്തിൽ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഡ്യൂട്ടി പറഞ്ഞെടുത്ത്, വിജയികളുടെ കാര്യം പറഞ്ഞെടുത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ. കേവലം സൽക്കർമ്മങ്ങൾ കൊണ്ട് കാര്യമില്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾ സ്വർഗത്തിന്റെ അവകാശിയാവുകയുള്ളൂ എന്നർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ കയറണമെങ്കിൽ അയാൾക്കത് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ, എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഈ യുദ്ധത്തിൽ, ഇസ്ലാമിന് വേണ്ടിയുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്ത് ഷഹീദായാൽ എനിക്കെന്താണ് പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് സ്വർഗമാണ് പ്രതിഫലം. അദ്ദേഹത്തിന്റെ വിശ്വാസം രൂഢമാക്കുകയും യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഷഹീദാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗം കരസ്ഥമാക്കിയവൻ എന്നാണ്. അയാൾ ശുഹദാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടു. മറ്റൊരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുൻഗാമികളിൽ നടന്ന ഒരു മനുഷ്യന്റെ ചരിത്രം നമ്മളെല്ലാവരും പഠിച്ചതാണ്. തൗബയുടെയും വിശ്വാസത്തിന്റെയും ശക്തി എത്രയുണ്ടെന്ന് പഠിപ്പിക്കാൻ നമ്മൾ പറയാറുള്ള കഥയാണ്. ഒരു മനുഷ്യൻ 99 ആളെ കൊന്നു, അല്ല 100 ആളെ തന്നെ കൊന്നു. ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 100 ആളെ കൊന്നു. ഒരാളെ കൊല്ലുന്നത് ഇസ്ലാമിൽ വൻപാപമാണ്. ഒരമല് സൽക്കർമ്മങ്ങൾ എന്നുള്ള നിലക്ക് അയാൾ ചെയ്തിട്ടില്ല, 100 ആളെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് അയാൾക്ക് പശ്ചാത്താപം തോന്നുകയും അയാൾ നന്നാകാൻ വേണ്ടി തീരുമാനിക്കുകയും ഒരു പണ്ഡിതനെ കണ്ടുമുട്ടുകയും ആ പണ്ഡിതൻ, ഈ നാട്ടിൽ നിങ്ങൾ മാറി നിൽക്കണം, നിങ്ങളൊരു കൊലപാതകിയായി, അക്രമിയായി നിങ്ങളെ ആളുകൾ ആ നിലയ്ക്ക് കാണുകയുള്ളൂ, നന്നാകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, അതുകൊണ്ട് നാടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് അയാൾ പോണ വൈക്ക് മരിച്ചു വെച്ച് സ്വർഗത്ത് പോയ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുത്ത ചരിത്രം നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു പണിയെടുത്തിട്ടില്ല. എന്ത് മനസ്സിലായി? വിശ്വാസമാണ് മുഖ്യം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്, കാഫിറുകളായ ആളുകൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? ഒരു മുസ്ലിമായ മനുഷ്യനാകട്ടെ, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, ശിർക്ക് ചെയ്ത മനുഷ്യൻ പരലോകത്ത് വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, വഴിപാട് നടത്തേണ്ടത്. അതിൽ ആർക്കെങ്കിലും പങ്കുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എത്ര സൽക്കർമ്മം ചെയ്തു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു, ജനങ്ങൾക്ക് നല്ലത് മാത്രമായി, തന്റെ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും കെടാവളക്കായി ഒരു മനുഷ്യൻ, ഒരാണ്, ഒരു പെണ്ണ് വർത്തിച്ചു. പക്ഷേ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ശിർക്ക് ചെയ്തവനാണെങ്കിൽ, ശിർക്ക് ചെയ്തവളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പാറ്റി വിടപ്പെട്ട അഥവാ ധൂളികളെ പോലെയാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങളെ. അഥവാ പറത്തപ്പെട്ട ധൂളികൾ, ഒന്നുമില്ല. വെണ്ണീർ കൂമ്പാരം ഒരു തീ കത്തിച്ചു, വലിയൊരു കച്ചറയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു, അല്ലെങ്കിൽ വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ വെണ്ണീരായിട്ടുണ്ട്. ചെറിയൊരു കൂമ്പാരമായിട്ട് വെണ്ണീർ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു ഇളം കാറ്റ് തെന്നലടിച്ചാൽ തന്നെ അതങ്ങ് പാറിപ്പോകും. എവിടെയാണ് ആ വെണ്ണീര്? അതുപോലെ ആക്കി തീർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങൾ. അവർ എത്ര കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ എന്തിന്റെ മുകളിലാണ് അമൽ സാലിഹാത്തുകൾ വെക്കേണ്ടത്? ഈമാനിന്റെ മുകളിലാണ് അമൽ സാലിഹാത്തുകൾ വെക്കേണ്ടത് എന്നർത്ഥം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമയക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അഥവാ കുഫർ ചെയ്യുന്ന, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എന്ത് പ്രവർത്തനം ചെയ്തിട്ടും കാര്യമില്ല, അവരുടെ അമലുകളെല്ലാം ബാത്തിലായി പോയി, അവൻ ആഖിറത്തിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇന്ന് ഒരാളെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കാണുന്നു, സ്വർഗത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കുകയാണ്. ലോകത്തിന് ഒരുപാട് സംഭാവന അർപ്പിച്ച ആളുകളാണ്, അതേപോലെ തന്നെ തൻ്റെ പാർട്ടിക്കാരനാണ്, പാർട്ടി നേതാവാണ്,
ഈ ആളുകൾക്കൊക്കെ സ്വർഗത്തിൽ അവരൊക്കെ ഉണ്ടാകുമെന്നാണ് ഒരു മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി പറയുന്നത്. സ്വർഗത്തിൽ ഇവരൊക്കെ ഉണ്ടാകും. ഗാന്ധിജി സ്വർഗത്തിലുണ്ടാകും, അതേപോലെ തന്നെ AKG സ്വർഗത്തിലുണ്ടാകും, EMS സ്വർഗത്തിലുണ്ടാകും. അവരൊക്കെ സ്വർഗത്തിൽ, അവരൊന്നുമില്ലാത്ത സ്വർഗം എനിക്ക് ആവശ്യമില്ല എന്ന് മുമ്പും പറഞ്ഞിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവരൊക്കെ നല്ല ഒരുപാട് കാര്യങ്ങളാണല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ, അവരൊക്കെ സ്വർഗത്തിലുണ്ടാകും. ഇത് ഞാൻ പറയുന്നത് കേവലം ഒരു ഒറ്റപ്പെട്ട വ്യക്തി പറയുന്നതിനെ കൊണ്ടല്ല. എന്താണ് ഇസ്ലാം? ഇതിൽ കേൾക്കുമ്പോൾ ഇതൊക്കെ നല്ല രസമുള്ള പട്ടിൽ പൊതിഞ്ഞ വർത്തമാനങ്ങളാണ്. ലിബറൽ മുസ്ലിങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണ്. നമ്മളെപ്പോലുള്ള യഥാർത്ഥ മുസ്ലിമീങ്ങളായ നമ്മളെപ്പോലുള്ള ആളുകൾ സമ്മർദ്ദത്തിലാകുന്ന കാര്യങ്ങളാണ്. സമ്മർദ്ദത്തിലാവേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുമ്പോൾ നല്ല രസമുള്ള വാക്കുകളാണ്. നന്മ ചെയ്തവർക്കെല്ലാം സ്വർഗം. ഏത് സ്വർഗമാണ് ഈ പറയുന്നത്? അദ്ദേഹം ഒരു സ്വർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അള്ളാഹു പഠിപ്പിച്ച സ്വർഗത്തിലേക്ക് അള്ളാഹു അതിനുള്ള ക്വാളിഫിക്കേഷൻ, യോഗ്യത പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചതാണ്. മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ അള്ളാഹുവിന്റെ ദീനിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കാണ്, ഈ ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കാണ് സ്വർഗമുള്ളത്. യാതൊരു പടച്ചോനെ പേടിയില്ലാത്ത കുഫർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേവലം ദുനിയാവിന്റെ നിസ്സാരമായ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി കുഫർ പറയുകയാണ്. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി നടക്കുന്ന ഒരു മനുഷ്യൻ, അത് ഏതോ ആകട്ടെ ആരോ ആകട്ടെ, എന്ത് എന്നുള്ളതല്ല. അത് കേവലം നമ്മുടെ വിദ്യാർത്ഥി കൂട്ടങ്ങളും വിദ്യാർത്ഥി തലമുറയും ലിബറൽ മുസ്ലിമീങ്ങളും കാണുമ്പോൾ നല്ലൊരു ആദർശമായി തോന്നുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ ഇപ്പോൾ ആളുകൾ തെളിച്ചുകൂടുകയാണ്. ഈ ഒരു വാക്കിന്റെ പേരിൽ മാത്രമല്ല, സർവമത സത്യവാദത്തിന്റെ ആളുകൾ ഞാൻ കഴിഞ്ഞൊരു ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. ധാരാളക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ കേൾക്കുന്ന എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങളും സത്യമാണ്. ഈ പോകുന്ന അരുവികളെല്ലാം ഒരു കടലിലേക്കെന്ന പോലെ ഈ കാണുന്ന ഈ മതങ്ങളെല്ലാം അള്ളാഹുവിലേക്കാണ്, എങ്ങനെയും ജീവിക്കാം എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ മൗലവിയാണ്, മുസ്ലിയാരാണ് എന്നൊക്കെ പറഞ്ഞ് രംഗപ്രവേശം നടത്തുന്നു. അതിന് നല്ല മൈലേജ് കിട്ടുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എത്രത്തോളം മതത്തിൽ അവസാന കാലഘട്ടമാകുമ്പോൾ എത്രത്തോളം ഫിത്നകൾ പിടികൂടും. എന്താ ഫിത്ന? പരീക്ഷണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള പരീക്ഷണമാണ്. പരീക്ഷണം അതല്ല പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അനുഗ്രഹത്തെ തട്ടുന്ന പരീക്ഷണമാണ് പരീക്ഷണം. അതേതാ അനുഗ്രഹം? അത് ഹിദായത്താണ്. റസൂലുള്ള പറഞ്ഞു, രാവിലെ ഒരു മനുഷ്യൻ മുസ്ലിമായി, അദ്ദേഹം ഉറക്കമിടർന്നത് മുസ്ലിമായിക്കൊണ്ടാണ് സുബഹിസ്കരിച്ച്, വൈകുന്നേരമായി അയാൾ കാഫിറായി മാറിക്കഴിഞ്ഞു. വർഷങ്ങളോളം മുസ്ലിമായി ജീവിച്ച് ഒരു സുപ്രഭാതം കഴിഞ്ഞ് അയാൾ കാഫിറാവുന്ന അവസ്ഥയുണ്ടാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം അയാൾ പേര് വെട്ടുന്നു, പേര് മാറ്റുന്നു, അയാളെ മെമ്പർഷിപ്പ് മാറുന്നു, ഞാൻ ഇതാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ മറ്റു മതക്കാരനാകുന്നു എന്ന് പറയുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാവിലെ ഒരു മനുഷ്യൻ മുഅ്മിനായിക്കൊണ്ട് ജീവിച്ചു വന്നൊരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി കഴിഞ്ഞു. അക്കാലഘട്ടമാണ് ഇക്കാലഘട്ടം സഹോദരന്മാർ. ഏറ്റവും കൂടുതൽ വൈകുന്നേരം വരെ മുസ്ലിമായൊരു മനുഷ്യൻ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി കഴിഞ്ഞെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാകുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാമല്ലാത്ത ഒരു ആദർശം ഒരാൾ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ എത്ര നന്മകൾ കെട്ടിപ്പടുത്താലും ശരി, ഫലം യുഖ്ബല മിൻഹു, അവരിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന പ്രശ്നമില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതെല്ലാം ശരിയെങ്കിൽ മതമുള്ളവരും മതമില്ലാത്തവരും ജൂതന്മാരും അതേപോലെ തന്നെ മറ്റുള്ള മതക്കാരായിട്ടുള്ള ആളുകളൊക്കെ അള്ളാഹു പഠിപ്പിച്ച സ്വർഗത്തിലേക്ക് പോകും എന്നാണ് ഇവിടെ കട്ടായമായി ടിക്കറ്റ് കൊടുക്കുന്ന പണിയെടുക്കുകയാണ്. ഇവിടെ പുസ്തകരചന നടത്തിയും അല്ലാതെയൊക്കെ ആളുകൾക്കിടയിൽ അറിയപ്പെടണം, പോപ്പുലാരിറ്റി ഉണ്ടാകണം, ഞാൻ ശ്രദ്ധിക്കപ്പെടണം, അതിനെന്തൊക്കെ പണയം വെച്ചാലും വേണ്ടിയില്ല എന്ന അവസ്ഥാവിശേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ, യൂത ക്രിസ്ത്യാനികളിൽ നിന്നും മുശ്രിക്കീങ്ങളിൽപ്പെട്ട ശിർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫീ നാരി ജഹന്നമ, അവർ നരകത്തിലാണ്, ഖാലിദീന ഫീഹാ, ആ കത്തിയാളുന്ന നരകത്തിൽ അവർ ശാശ്വതരാണ്. ആരാ പഠിപ്പിക്കുന്നത്?
അള്ളാഹു പറയുന്നത് ഉലൈക ഹും ശർറുൽ ബരിയ, അവരാണ് നികൃഷ്ട ജന്മങ്ങൾ. എന്തേ നികൃഷ്ട ജന്മങ്ങളായി? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് വഴിപ്പെടേണ്ടത്, ആരാധിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, അതേപോലെ തന്നെ പ്രണമിക്കേണ്ടത് എന്നുള്ളത് പ്രവാചകന്മാരിലൂടെയും പ്രബോധകന്മാരുടെയും അല്ല, മനുഷ്യന്റെ ഫിത്രത്തിലൂടെ മനുഷ്യനെ സൃഷ്ടിപ്പ് തന്നെ. മനുഷ്യന് ഒരാൾക്കും ഒരു പ്രവാചകനും ഒരു പ്രബോധനം വന്നില്ലെങ്കിലും മനുഷ്യന്റെ അവന്റെ പ്രകൃതി അവനെ അള്ളാഹുലേക്ക് എത്തിക്കുക. പ്രകൃതിയുടെ തേട്ടമാണത്. എന്നിട്ട് അള്ളാഹ് പറയണേ, എന്നാൽ ഇന്നല്ലദീന ആമനൂ, വിശ്വസിക്കുകയും വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മനുഷ്യന്മാർ. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടങ്ങൾ, ശാശ്വതത്വത്തിന്റെ തോട്ടങ്ങളുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അതേ, അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗപ്പൂന്തോപ്പുകളാണ്, ആരംഭങ്ങളാണ് അവർക്കുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അവർ അതിൽ ശാശ്വതരാണ്. റളിയല്ലാഹു അൻഹും, അവരെയാണ് അല്ലാഹ് തൃപ്തിപ്പെട്ടിട്ടുള്ളത്. വറളു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടതാണ്. ദാലിക ലിമൻ ഖശിയ റബ്ബ, അതാണ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾക്കുള്ളത്. അപ്പൊ അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലണ്ട് അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ആളുകളാണ് അവർ. അല്ലാതെ ഇവിടെ ദുനിയാവിൽ 4 ആളെ കണ്ണീരൊപ്പി, അല്ല 400 ആളെ, 4 കോടി ആൾക്കാരെ കണ്ണീരൊപ്പി വിചാരിക്കുക. ചരിത്രം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അദീ ഇബ്നു ആതിം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, സഹാബിയാണ്, അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പിതാവാണ് ഹാതിമുത് ത്വായി. വലിയ ധനാഢ്യനായിരുന്നു, ജാഹിലിയത്തിൽ ജീവിച്ച ആളാണ്. ഈ ഹാതിമുത് ത്വായിയെ കുറിച്ച്, സ്വന്തം പിതാവിനെ കുറിച്ച് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന അബീ കാന യസിലുർ റഹിം, വല്ലാത്ത കുടുംബബന്ധം ചേർത്ത ആളാണ്. അതേപോലെ തന്നെ പാവങ്ങൾക്ക് ഒട്ടകങ്ങളെ, ദശക്കണക്കിന് ഒട്ടകങ്ങളെ ഒരു ദിവസം തന്നെ അറുത്ത് വിതരണം ചെയ്ത് പാവപ്പെട്ട മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൊണ്ട് പാവങ്ങൾക്ക് തീറ്റിപ്പിക്കുന്ന ആളായിരുന്നു എന്റെ പിതാവ്. ജാഹിലികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു, വിശ്വാസിയായിട്ടില്ല. എന്റെ പിതാവിന് സ്വർഗമുണ്ടോ, പരലോകത്ത് മോക്ഷമുണ്ടോ എന്ന് പിതാവിനെ കുറിച്ചൊരു ഒരു മകന്റെ, സഹാബിയായ മകന്റെ ചോദ്യം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അള്ളാഹു സ്വീകരിക്കണം, അള്ളാഹു കാണണം എന്ന് അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല, എന്ന് വിശ്വാസം ഉണ്ടായിട്ടില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. എന്തേ? അവരുടെ പ്രശ്നം പരിഹരിക്കണം. അതുകൊണ്ട് ചാരിറ്റിയും അതേപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മളൊക്കെ കൂട്ടത്തിലുണ്ട്. കേവലം ആ ഒരു മനുഷ്യജീവിയുടെ കണ്ണീരപ്പുക എന്നുള്ളത് മാത്രമാണ്, കേവലം അത് മാത്രമാണ് എങ്കിൽ കാര്യമില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കണ്ണീരൊപ്പണം. വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും കിഡ്നി ഫെയിലായിട്ടുള്ള, കരള് പോയിട്ടുള്ള, അതേപോലെ തന്നെ വലിയ മാരകമായ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകളുടെ ദീനരോധനങ്ങളും പ്രയാസങ്ങളും ചാരിറ്റി പ്രവർത്തകന്മാരെന്ന് കാണുമ്പോൾ അയാളുടെ കണ്ണീരൊപ്പുക, അതിൽ വേദന ഉണ്ടാകും. അത് മുസ്ലിമിനല്ല, എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ നമുക്കെന്താണ്? ഇസ്ലാമിന്റെ പേരിൽ, ഈമാനിന്റെ പേരിലുള്ള വേദനയാകണം. അപ്പോഴാണ് കൂലിയാകുന്നത്. നീയത്തുണ്ടാകണം. അവിടെയാണ് മുസ്ലിമും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് സഹോദരന്മാരെ. ഇങ്ങനെ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കയിൽ വന്നിട്ട്, മദീനയിൽ വന്നിട്ട് പ്രബോധനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ എത്രയോ നല്ല ഉദാത്തമായ സ്വഭാവമുള്ള ആളുകളുണ്ടായിരുന്നു. എത്രയോ ഉദാത്തമായ ആളുകൾ, നമ്മളെക്കാൾ ചില വിഷയങ്ങളിൽ എത്രയോ മാന്യന്മാരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അറബികളുടെ കൂട്ടത്തിൽ. അതാണ് ആതിബത്വയുടെ കഥ പറഞ്ഞത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുന്നു. പിന്നെ എന്തിനാ ക്ഷണിക്കേണ്ട ആവശ്യം? നന്മകൾ ചെയ്താൽ മതിയെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ ത്വാലിബ് നരകത്തിലാണ്. ഖുറൈശി തറവാട്ടിലെ കാരണവരാണ് അബൂ ത്വാലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ ത്വാലിബ് ചെയ്തു കൊടുത്തിട്ടുള്ള ഖിദ്മത്തുകൾ, സേവനങ്ങൾ എത്രയാണ്! ആ മൂത്താപ്പ നരകത്തിലാണ്. ഒന്ന് സ്വർഗം കിട്ടാൻ വേണ്ടി, ഒന്ന് വിശ്വാസം, ഒന്ന് ആ മനസ്സിൽ ഒന്ന് കൊളുത്തി വെക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗദ്ഗതനായിക്കൊണ്ട് ആ സക്രാത്തിന്റെ സമയത്ത്, മൂത്താപ്പയുടെ സക്രാത്തിന്റെ സമയത്ത് ശ്രമിച്ച ചരിത്രം നമ്മൾ വായിച്ചെടുക്കുന്നു. എന്തിന്? ഒന്ന് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട്.
എന്നാലോ അബൂ ത്വാലിബ് ചെയ്തതെല്ലാം അള്ളാഹിന്റെ അടുത്ത് ടിക്ക് കിട്ടി, ഇല്ലെങ്കിൽ ഒക്കെ പൊളിഞ്ഞു പോയി. ഇതൊക്കെ അറിയുന്നൊരു മനുഷ്യൻ പറയുകയാണ്, ഇത്ര വലിയ ഫിത്നയാണ് സഹോദരന്മാരെ ഉണ്ടാക്കുന്നത്. ഒരു മതസംഘടനയിലൂടെ വളർന്നു എന്ന് പറയപ്പെടുന്ന, ഊട്ടപ്പെട്ട എന്ന് പറയപ്പെടുന്ന, എന്നിട്ട് ഇതൊക്കെ അറിയുന്നൊരു മനുഷ്യൻ പറയാണ് ഇവരൊക്കെ സ്വർഗത്തിലാണ്, ഇവരൊന്നും ഇല്ലാത്ത സ്വർഗം എനിക്ക് ആവശ്യമില്ല. ഇത് സാധാരണക്കാരെ മതം പഠിക്കാത്ത ഇന്നത്തെ തലമുറ ഇത് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? എത്ര ഗൗരവമാണ് സഹോദരന്മാരെ, എത്ര ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസവും അമലു സ്വാലിഹാത്തുകൾക്കും വലിയ പ്രാധാന്യം, വിശ്വാസത്തിന് ശേഷം വിശ്വാസം അതിന് വലിയ പ്രാധാന്യമുണ്ട്, അതിനുശേഷം അമലു സ്വാലിഹാത്ത് ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, ആ മനുഷ്യന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയും കാണണം, നാട്ടുകാരും കാണണം. എന്ത് കിട്ടും? അയാൾക്ക് നരകം കിട്ടും. അതിനാണ് റിയാ എന്ന് പറയുന്നത്. നിസ്കരിച്ചോ, അമല് സ്വാലിഹത്തുണ്ടോ? അമല് സ്വാലിഹത്തുണ്ട്, അമല് ചെയ്തിട്ടുണ്ട്. സ്വാലിഹത്തെന്ന് പറയാൻ പറ്റൂല, അമല് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരാളുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനം ചെയ്യുന്നു, നാട്ടുകാർ കാണണമെന്ന ഉദ്ദേശം, കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ അടുത്ത് ഇല്ല. അപ്പൊ വിശ്വാസമാണ് മുഖ്യം. ഈ ഈമാനും അമല സ്വാലിഹാത്തും ഉണ്ടായിരിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കടി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ, ഇതാണ് ഇസ്ലാമിന്റെ ജീവൻ, ഇസ്ലാമിന്റെ റൂഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും, നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറകളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ.